ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിൻ്റെ ബില്ല് എപ്പോഴാണ് വരാമെന്നുള്ളൊരു ഉത്കണ്ഠ നമുക്ക്. വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനമല്ല, അതിൻ്റെ ബില്ലും കൂടി വരാനിടയുണ്ട്. ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ. എന്നുവെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക, ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഈ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തം എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം. അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതെ, കേരളത്തോട് തുടരുന്ന വിധ്വംസാത്മക അവഗണനയാണ് കോടതിയുടെ അത്ഭുതം കൂറലിലൂടെയും പുറത്തെത്തുന്നത്. ദുരന്തം നടന്ന് ചങ്ക് പൊട്ടി പെടാപ്പാടുപെടുന്ന സംസ്ഥാനത്തെ ഈ മലയാളി ജനതയെ അവരോട് മണ്ണുണങ്ങും മുമ്പ് ഫീസ് ഈടാക്കാനുള്ള ആ ചോദ്യമുണ്ടല്ലോ, അത് ഒരു 1.5 നെറുകേടിൻ്റേത് കൂടിയാണ്. അതാണ് കോടതി ചോദിച്ചത്. 2016-17 മറ്റ് ബില്ലുകളും ഇപ്പോൾ തന്നെ തപ്പിയെടുക്കണമോ എന്ന്. കാര്യം ഇതൊന്നുമല്ല, പണി തരുകയാണ്, 8ൻ്റെ പണി. പക്ഷേ ക്രൂരമായ ഈ തരംതിരിവ് ഇത്തരുണത്തിലെ അനൗചിത്യമാണ് കുളിച്ചു തകിട്ടിപ്പിക്കുന്നത്. വൈരാഗ്യം തീർക്കാൻ മൃഗങ്ങൾ പോലും ദുരിത സമയത്തെ തിരഞ്ഞെടുക്കാറില്ല. പലരും കോടതി പറഞ്ഞു എന്നാണ് ചൊല്ലാറ്. പക്ഷേ ഇപ്പോൾ കോടതി പറഞ്ഞു, ചോദിച്ചു, സംസ്ഥാനവും സർക്കാരും പറഞ്ഞതാണ് സത്യമെന്ന് ഇതിലൂടെ തെളിയുന്നു എന്നതാണ് പത്തരമാറ്റിൻ്റെ രാഷ്ട്രീയം. എന്തിന് സംസ്ഥാനങ്ങളോട് ഫെഡറൽ മൂല്യങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന BJP അംഗങ്ങൾ പോലും വിപ്പ് ലംഘിച്ച് വോട്ടിനെത്താതിരുന്ന ശേഷവും സാക്ഷാൽ അംബേദ്കറെ ആക്ഷേപിക്കാൻ കാണിച്ച ആ തൊലിക്കട്ടിയുടെ രാഷ്ട്രീയ ബീജമാണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും സമഗ്രതയുള്ള ഇന്ത്യൻ ഭരണഘടനയെ നിർമ്മിച്ചതിന് താക്കോലായ അംബേദ്കറുടെ മഹത്വം എവിടെ അമിത്ഷയ്ക്ക് തിരിയാൻ? ചർച്ച ചെയ്യാം. സംസ്ഥാനങ്ങളുടെ അവകാശം അധികാര ഹുങ്കിൽ മറികടക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും മൂക്കുകയറിടേണ്ടേ? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: VPP മുസ്തഫ, CPIM നേതാവ്; ദീപ അനിൽ, കോൺഗ്രസ് വക്താവ്; ഒപ്പം K സോമൻ, ആലപ്പുഴ, BJP പ്രതിനിധി. കോൺഗ്രസ് പ്രതിനിധിയിലേക്കൊന്ന് പോവുകയാണ്. ദീപാനിൽ, അതായത് ഇതുവരെയും സംസ്ഥാനം ആവശ്യപ്പെട്ടത്, കാരണം സംസ്ഥാനം ഈ ഘട്ടങ്ങളിലൊക്കെ ആവശ്യപ്പെടുമ്പോൾ പല വിധത്തിലുമുള്ള കാരണങ്ങളായിരുന്നു കേന്ദ്രം നിരത്തിയിരുന്നത്. അതിന് പല വിധത്തിൽ ഔദ്യോഗികമായ മാനമില്ല, അതിന് പല വിധത്തിലുമുള്ള വിശദീകരണമില്ല, അതിന് പല വിധത്തിലുമുള്ള സങ്കോചങ്ങളുണ്ട്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. പിന്നീട് അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എസ്റ്റിമേറ്റ് നൽകുമ്പോൾ അത് ചെലവാക്കിയ തുകയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കൊപ്പം നിന്ന് ആക്ഷേപിക്കുന്നു. ഇതൊക്കെ പൊളിഞ്ഞു വീഴുകയാണ്. 5 പൈസ ഈ സംസ്ഥാനത്തിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം കേന്ദ്രം നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. SDRF ഫണ്ടിൽ നിന്ന് എടുത്തുപയോഗിക്കാനാകില്ല ഈ വയനാട്ടിലെ ദുരന്തത്തിന് പ്രത്യേകിച്ച് എന്നും സംസ്ഥാനം പറയുന്നത് ശരിവെക്കുകയാണ്. അതാണ് കോടതി ചോദിച്ചത്, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനാകുമോ എന്ന്. അപ്പോൾ ഇതൊക്കെ ശരിവെക്കുന്ന രാഷ്ട്രീയം എന്താണ് ദീപാനിൽ? തീർച്ചയായിട്ടും പ്രതികാര രാഷ്ട്രീയമാണ് ഇവിടെ BJP കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. പ്രതികാര രാഷ്ട്രീയമാണ്, വയനാടൻ ജനതയോട് പ്രതികാര രാഷ്ട്രീയമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് ചൂരൽമല മുണ്ടക്കൈ വയനാട് ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ട്, പ്രധാനമന്ത്രി സ്വയം അദ്ദേഹം തന്നെ വന്ന് കണ്ട് അവിടുത്തെ ദുരവസ്ഥ വിലയിരുത്തിയിട്ട് പോയതാണ്. അന്ന് റീൽസ് എടുക്കുകയും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാകില്ല, നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് അദ്ദേഹത്തിന്റെ എപ്പോഴും ഉള്ളതുപോലെയുള്ള അഭിനയവും കണ്ണീരുമൊക്കെ, മുതലക്കണ്ണീരുമൊക്കെ നമ്മൾ കണ്ടപ്പോ തീർച്ചയായിട്ടും ഇത്തരം ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന ജനതയോട് ഇങ്ങനെ ഒരു നാടകം കാണിക്കുകയാണെന്ന് നമ്മൾ ആരും തന്നെ കരുതിയിരുന്നില്ല. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് വിലയിരുത്തിയ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് അനുഭവിച്ച ആ ഒരു ദുരന്തം
അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സലിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൃത്യമായിട്ടുള്ള സഹായം നമുക്ക് ലഭിക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ അവിടെ വൻ ഭൂരിപക്ഷത്തില്, ചരിത്ര ഭൂരിപക്ഷത്തില് വിജയിപ്പിച്ച വയനാടൻ ജനതയോടുള്ള പ്രതികാര രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ ഈ കൈക്കൊണ്ടിരിക്കുന്ന വയനാടൻ ജനതയോട് മുഖം തിരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് മരണ വീട്ടിലെ പോക്കറ്റടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് തന്നെയാണ് ഇന്ന് കോടതി ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കോടതി ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും മരണ വീട്ടിലെ പോക്കറ്റടി വേണമോ എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചത്. ഈ പറഞ്ഞതുപോലെ മൃഗങ്ങൾ പോലും വിവേചനം കാണിക്കും. ഒരു ദുരന്തത്തില് മറ്റുള്ളവരെ ഇതുപോലെ അവരുടെ സഹജീവികളെയോ അല്ലെങ്കിൽ ശത്രുവിനെ പോലും ഇങ്ങനെ ദ്രോഹിക്കില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് കേരളത്തോട് കാണിച്ചിരിക്കുന്നത്, വയനാടൻ ജനതയോട് കാണിച്ചിരിക്കുന്നത് പ്രതികാര രാഷ്ട്രീയം തന്നെയാണ്. പ്രധാനമന്ത്രി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ച ആ അനുഭവങ്ങളുടെ സാക്ഷ്യം നേരിട്ട് കണ്ട ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് കുടിശ്ശിക ഉൾപ്പെടെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള എയർഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, അല്ലെങ്കിൽ അത് കുടിശ്ശിക ഉൾപ്പെടെ തിരിച്ചടയ്ക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുന്നതിന് കോടതി പോലും ചോദ്യം ചെയ്യുമ്പോൾ ഇതാണോ കുടിശ്ശികയൊക്കെ ചോദിക്കാനുള്ള സമയം എന്ന് ചോദിക്കുമ്പോൾ എത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ് തങ്ങളോട് ചേർന്ന് നിൽക്കാത്ത, രാഷ്ട്രീയമായി തങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ജനതയോട് കാണിക്കുന്നതെന്ന് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളില് അവരോട് മറ്റ് സംസ്ഥാനങ്ങളില് ദീപാനിൽ ഈ സംസ്ഥാനം ഇതുവരെ ഈ വിഷയത്തിൽ പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ കോടതിയിൽ മുറിയിൽ നടന്നത് എന്ന് കോൺഗ്രസ് വക്താവായ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെക്കുകയാണ്. അവിടെ നമുക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിന് എത്രയും കോൺഗ്രസിന്റെ നിലപാടെന്ന് പറഞ്ഞാല് വയനാടൻ ജനതയ്ക്ക് എത്രയധികം സഹായം അവിടെ എത്തിക്കാൻ കഴിയുമോ അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ നമ്മുടെ ആദരണീയനായ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം കർണാടക സംസ്ഥാനം ഇവിടെ വന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. ഒരു ദുരന്തത്തിന് മുന്നിൽ നമുക്ക് രാഷ്ട്രീയമില്ലല്ലോ. അവരെ ശരിയാണ്. വളരെ ശരിയായ ദിശയുള്ള രാഷ്ട്രീയമാണ് ദീപാനിൽ പങ്കുവച്ചത്. തീർച്ചയായും അത് ശ്ലാഘിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കോൺഗ്രസിനുള്ളിൽ അപ്പോൾ മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട്, ആ ധാര കൂടി ഉണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞാൻ തിരിച്ചെത്താം. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും വയനാടൻ ജനതയുടെ കൂടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. അവിടെ പ്രതിപക്ഷ നേതാവിന് മറ്റൊരു നിലപാടല്ല. ഒന്നിച്ച് കേന്ദ്രത്തെ എതിർക്കുന്നതിനോട് വിയോജിപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്നിച്ച് കേന്ദ്രത്തെ എതിർക്കുന്നതിനോട് വിയോജിപ്പ് കാണിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ദുരുപയോഗം ചെയ്യുകയും ഇവിടെ നമുക്കുള്ള പൈസ പോലും, നമ്മുടെ ഖജനാവിലുള്ള പൈസ പോലും ദുരുപയോഗം ചെയ്യുകയും ധൂർത്തടിക്കുകയും ചെയ്യുകയും മറ്റ് എവിടെയാണ് ദൂർത്തടിച്ചത്? ഇതുവരെ പറഞ്ഞതെല്ലാം പോകും. എവിടെയാണ് ദൂർത്തടിച്ചത്? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്നത്. അതിനെതിരെ ഞങ്ങൾ ഇന്നും ശബ്ദിക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. എവിടെയാണ് ദൂർത്തടിച്ചതെന്ന് പറയൂ. വയനാടൻ ജനതയ്ക്കുള്ള കേന്ദ്ര സഹായം എവിടെയാണ് ദൂർത്തടിച്ചതെന്ന് പറയൂ. ഈ കേന്ദ്രം നൽകിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ദൂർത്തടിക്കുന്നത്? ഞാൻ ഈ ഫണ്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിയെ വയനാട് കേന്ദ്ര സഹായം മൊത്തത്തിൽ പറയണ്ട, നമുക്ക് ഈ കാര്യമാണല്ലോ ഫോക്കസ് വെക്കാൻ നമുക്ക് കഴിയുകയില്ല. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് കൃത്യമായ അഴിമതി നടക്കുന്നുണ്ട്, ധൂർത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് വയനാട് ദുരന്തം സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ BJPയുടെ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിക്കെതിരെ ഒന്നിച്ചു നിന്ന് രാജ്യത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ LDFനും UDFനും കോൺഗ്രസിനും ഒക്കെ ഒന്നിച്ചു നിന്നൂടെ എന്ന ചോദ്യം. തീർച്ചയായിട്ടും വയനാടിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണല്ലോ പ്രിയങ്ക ഗാന്ധി അല്ലേ അവിടുത്തെ MP വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആദ്യത്തെ. പക്ഷെ അത് VD സതീശനിൽ എന്തേ പ്രതിഫലിച്ചില്ല? ദീപയുടെ അത്രയും വിശാലമായ രാഷ്ട്രീയ വീക്ഷണം VD സതീശനിൽ എന്തേ പ്രതിഫലിച്ചില്ല എന്ന് എന്റെ ഒരു മാധ്യമ ക്യൂരിയോസിറ്റിയാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കപ്പുറത്തേക്ക് വയനാടിലെ ദുരന്തത്തെ കുറിച്ച് കേന്ദ്രത്തെ ധരിപ്പിക്കേണ്ട ബാധ്യതയും ചുമതലയും ഉള്ളത് അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള പാർലമെന്റ് അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്കാണല്ലോ. അവരത് കൃത്യമായിട്ട് അതിനു മുമ്പും അവർക്കൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു അവിടെ. അതിനു മുമ്പും അവർക്ക് അവിടെ നിന്നൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. എന്തോ അതിനു മുമ്പും
അതായത് പ്രിയങ്ക വരുന്നതിന് തൊട്ട് മുമ്പും അവിടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്തും അവർക്കൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. അവിടെയുള്ള പക്ഷെ അത് ഫലത്തിൽ അങ്ങോട്ട് എറിച്ചില്ലെന്നാണ് പൊതുവിൽ അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി ആദ്യത്തെ 5 വർഷം അവർക്ക് കൃത്യമായിട്ട് ജനപ്രതിനിധിയുടെ സർവീസ് നഴ്സിംഗ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് രണ്ടാമതും അവർ ആ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തതും. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതാ രാഹുൽ ഗാന്ധി ഇതാ അങ്ങനെയാണെങ്കിൽ മോഡിയെ രണ്ടാമതും മൂന്നാമതും ഒക്കെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ യോഗ്യതയായി കണക്കാക്കാമോ? പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണെങ്കിൽ മോഡിയെ രണ്ടാമതും തെരഞ്ഞെടുത്തത് ദീപ, അങ്ങനെയാണെങ്കിൽ മോഡിയെ രണ്ടാമതും തെരഞ്ഞെടുത്തത് ഒരു അദ്ദേഹത്തിന്റെ യോഗ്യതയായി കാണാമോ? അദ്ദേഹത്തിന്റെ യോഗ്യതയായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. വർഗീയ ധ്രുവീകരണത്തെയും ഇലക്ഷനിൽ നടത്തുന്ന മാനിപ്പുലേഷനെയും എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിനുള്ള മഹത്വമായിട്ട് കരുതാൻ കഴിയുന്നത്? മനസ്സിലായി, താങ്കളുടെ വാദം മനസ്സിലായി. ഓക്കെ ഞാൻ കെ സോമനിലേക്ക് പോകുന്നു. എതിരായിട്ടും പ്രചരണങ്ങൾ നടത്തിയിട്ടും അതും കൈക്കൊള്ളാതെ ജനങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയോടുള്ള വിശ്വാസം കൂടി കൊണ്ട് തന്നെയാണ്. തീർച്ചയായും. ശരി, കെ സോമൻ, അതായത് ഇതുവരെയും നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം SDRF-ൽ നിന്നെടുക്കൂ, കേന്ദ്രം ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ, നിങ്ങളുടെ പറച്ചിലുകളൊക്കെ വെറുതെയാണ് എന്ന് സംസ്ഥാനം ആവർത്തിച്ച് തെളിവ് സഹിതം പറയുന്നു. അത് ഒരിക്കൽ കൂടി കോടതിയുടെ നിരീക്ഷണത്തിലും പ്രതിഫലിക്കുന്നു. 2016-ലെയും 2017-ലെയും ബില്ലുകളാണോ ഇപ്പോൾ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നത് എന്ന് കോടതി ചോദിക്കുന്നത് ദീപ പറഞ്ഞതുപോലെ മരണവീട്ടിലെ പോക്കറ്റടിക്ക് സമാനമാണ്, അല്ലെങ്കിൽ അതിലും ഉപരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ SDRF-ൻ്റെ മാനദണ്ഡം സംബന്ധിച്ചാണ്. അതും കോടതി ആരാഞ്ഞു. അതൊന്ന് ലഘൂകരിച്ച് കൊടുക്കാമോ ഈ പശ്ചാത്തലത്തിൽ എന്ന് കോടതിക്ക് ആരായേണ്ടി വന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ നുണകളാണ്. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് നുണകളാണെന്ന് കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ ബോധ്യമാകുന്നു. അങ്ങനെയാണ് കേരളം ഇന്ന് സംസാരിക്കുന്നത്. കെ സോമൻ. അജംഷാദ്, ഇതില് അങ്ങ് ഇൻട്രോയ്ക്ക് മുമ്പ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ. ഈ ശബ്ദ സംവിധാനത്തിലെ സാങ്കേതികത്വമാണ് തുടക്കത്തിലും എനിക്ക് സംസാരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോഴും അങ്ങ് ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആ സാങ്കേതികത്വം തുടരുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങ് ഈ ചർച്ചയുടെ ഇൻട്രോയ്ക്ക് മുമ്പ് ബഹുമാനനായ മന്ത്രി രാജീവിനോട് അങ്ങ് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന്റെ ചെലവ് കൂടി നമ്മൾ വഹിക്കേണ്ടി വരുമോ എന്ന പരിഹാസ്യപൂർവമായ സമീപനത്തെ സംബന്ധിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഈ ചർച്ചയിലെ ബാക്കി പാനലിസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊരു മനോഭാവത്തിന്റെ പ്രതികരണമാണ്. ഇതൊരു മനോഭാവത്തിന്റെ വൈകൃതമാണ്. ഈ വൈകൃതമായ സമീപനം തന്നെയാണ് ഈ വയനാടിന്റെ ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നവും ഇത് തന്നെയാണ്. നോക്കൂ, ഇത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒരു മാനുഷിക പ്രശ്നം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. BJP അങ്ങനെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അവിടെ കോടിയെത്താൻ, എല്ലാ സന്നാഹങ്ങളോടും കൂടി അവിടെ കോടിയെത്താൻ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അതെല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു കേന്ദ്ര സഹമന്ത്രി അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തല്ലോ. ചൂരൽമലയും മുണ്ടക്കയും വേർപെട്ടു പോകുന്ന സന്ദർഭത്തിൽ അവിടെ ആകാശമാർഗം മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യം വന്ന സമയത്ത് അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആത്മാർത്ഥതയോടെ നമ്മുടെ സൈന്യം അവിടെ സമാന്തരമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് ആ നാടിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായത് നാം കണ്ടല്ലോ. കുത്തിയൊഴുകുന്ന വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന മനുഷ്യജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി സൈന്യം ഓടി വന്നത് നാം കണ്ടല്ലോ. ആ നിലയിൽ കേന്ദ്ര സർക്കാർ എല്ലാ സന്നാഹങ്ങളോടും കൂടി ചെയ്യേണ്ടതാണ്. നമുക്ക് അനിവാര്യമായി അർഹതപ്പെട്ടതാണ്. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. തുടർന്ന് അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് എങ്ങനെ ചോദിക്കും പറയും എന്നുള്ളതാണ്. അത് താങ്കളുടെ എന്തോ മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് അറിയാനാകുന്നത്. എന്തായിരുന്നാലും സോമൻ, 2014 മോദി ഭരിക്കുന്നതിന് ശേഷമല്ല ഇന്ത്യൻ സൈന്യവും അതിൻ്റെ മികവും രൂപപ്പെട്ടത്. ഇവിടെ ചോദ്യം, സൈന്യം വരും,
ഇന്ത്യൻ സേന ലോകത്തെ തന്നെ മികച്ച സേനകളിൽ ഒന്നാണ്. അത് നെഹ്റുവിൽ തുടങ്ങിയ ഒഴുക്കാണ്. അത് 2014 ശേഷം ഉണ്ടായതല്ല. ഒന്ന്, അതുകൊണ്ട് സൈന്യത്തിൻ്റെ മികവിൻ്റെ പേരിൽ BJP അങ്ങനെ ഞെളിയണ്ട. ഞാൻ ചോദിച്ചത് ഇതാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഘട്ടത്തിലാണോ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ കാട്ടേണ്ടത്? അത് ശരിയാണ്. 2016-ലെയും 17-ലെയും ബില്ലുകൾ തപ്പിയെടുത്ത് ഇപ്പോഴാണോ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫീസുമായി നിങ്ങൾ ചെല്ലുന്നത്? അവർക്ക് എടുത്തുപയോഗിക്കാൻ പണമില്ല, SDRFിലെ മാനദണ്ഡങ്ങളൊന്ന് മാറ്റിക്കൊടുക്കാമോ എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്ന സാഹചര്യത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് കെ സോമൻ ഞാൻ നിങ്ങളിൽ നിന്ന് ആരായുന്നത്, താങ്കളിൽ നിന്ന് ആരായുന്നത്. അജിംഷാദെ, ഞാൻ അത് തന്നെയാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. 2016-ലെയും 17-ലെയും ഒക്കെ കണക്കുകൾ എടുത്തു കൊടുക്കുന്ന സന്ദർഭം എന്താണ്? ആ വക കാര്യങ്ങൾ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ആ നിലയിലുള്ള സമീപനം സ്വീകരിച്ചതിനെ നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? എങ്ങനെയാണ് ആ സമീപനം ശരിയല്ല എന്ന് നിങ്ങൾക്ക് വിമർശിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? അത് കണക്കുകൾ ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ ഇപ്പോഴൊരു കണക്ക് വന്നു, സംസ്ഥാന സർക്കാരിന്റെ ഒരു കണക്ക് വന്നു. നികുതി അടയ്ക്കാത്ത പിരിഞ്ഞു കിട്ടാനുള്ള നികുതി പിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് കർശനമായ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഏത് കാലം തൊട്ടതാണ്? വളരെ മുമ്പേയുള്ള കാലം തൊട്ടുള്ള കോടിക്കണക്കിന് രൂപ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ നികുതി ഞാൻ പറഞ്ഞു വരട്ടെ. അനുവദിക്കണം. കോടതിയുടെ ഇന്നത്തെ അത്ഭുതം കൂറൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? 2017-ലെയും 16-ലെയും ഒക്കെ ബില്ലുകളാണോ ഈ ദുരന്ത സമയത്ത് നിങ്ങൾ കൊണ്ടുവരുന്നത്? 6 മാസം കഴിഞ്ഞെങ്കിലും ചോദിക്കും. 181 കോടി രൂപ ബാക്കിയുള്ളിടത്ത് 132 ചില്ലറ കൂടി നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഫീസ് ഈടാക്കിയാൽ അവരെങ്ങനെ ജീവിക്കും? ഇതൊക്കെയല്ലേ ആ ചോദ്യത്തിൻ്റെ അർത്ഥം? ഇതൊക്കെ ചെയ്ത് കേന്ദ്ര സർക്കാരല്ലേ? അതിൻ്റെ പ്രതികരണമാണ് ഞാൻ ആരായുന്നത്. റവന്യൂവും അതിൻ്റെ പിരിവുമൊക്കെ മറ്റൊന്നാണ്, അത് വേറെ നടക്കട്ടെ, അത് നമുക്ക് വേറെ ചർച്ച വെക്കാം. അജിംഷാദെ, ഇപ്പോഴാണല്ലോ നിങ്ങൾ പറയുക 782.99 കോടി രൂപ കയ്യിലുണ്ടായിരുന്നവർ അതിൽ നിന്ന് കുറേയധികം പണം ചെലവാക്കി 21.3 കോടി രൂപ ചെലവഴിച്ചു. അതിനുശേഷം ഇപ്പം 638.39 കോടി രൂപ ഇനി ചെലവഴിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞങ്ങളുടെ കൈവശമുള്ളത് 61.53 കോടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 132.61 കോടി രൂപ ചോദിച്ചതിനെ സംബന്ധിച്ചാണ് പരാതിയെങ്കിൽ അത് സ്വാഭാവികമാണ്. അത്രയും പറഞ്ഞാൽ ഇത് കേരളം കേൾക്കണം. ഈ അവസരത്തിൽ കോടതി ചോദിച്ചിട്ടും നിങ്ങളുടെ രാഷ്ട്രീയ മനോഭാവം ഇതാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. BJPക്ക് കേരളത്തിൽ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുമ്പോൾ ഇത് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദിക്കണം. അത് മാത്രം മതി. അത് വരിക എന്നുള്ളതാണ് ഞാൻ സോമനോട് ചോദിച്ചതിന്റെ അർത്ഥം. ഞാൻ സോമനിലേക്ക് തിരിച്ചെത്താം. അവിടെ ഉന്നയിക്കും BJPയുടെ മറുപടി ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഏത് സർക്കാർ മാറി വന്നാലും ചെയ്യുന്നതാണ്. ഇത് സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എടുത്തു കാണിക്കുന്നത്. ഇത് കേരള ജനതയോട് താങ്കൾ പറയണമായിരുന്നു. അതിനാണ് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും അത് വ്യക്തമായി. നാലെണ്ണയുടെ ചട്ടി പൊട്ടിയാലും കൃത്യമായ സ്വഭാവം ബോധ്യമായി. അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ സോമൻ താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. VPP മുസ്തഫ, അതായത് നിങ്ങളുടെ കെടുകാര്യസ്ഥ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, ഇപ്പോഴും അത് BJP ആവർത്തിക്കുന്നു, കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. കോടതി മുറിയിൽ ഇന്ന് പ്രതിഫലിച്ചത് വാക്കുകളും നിങ്ങൾ പറഞ്ഞിരുന്നതാണ് ശരിയെന്ന് ബോധ്യമാകുന്നതല്ലേ എന്ന ചോദ്യത്തോട് കോൺഗ്രസ് പോലും യോജിക്കുന്നു. പക്ഷേ BJP അപ്പോഴും അവരുടെ പിടിച്ച മുയലിൻ്റെ 3 കൊമ്പുമായി നിൽക്കുകയാണ്. എന്താണ് രാഷ്ട്രീയമായി ഇന്നത്തെ കോടതിക്ക് ശേഷം, ഇന്നത്തെ കോടതി മുറിയിലെ കോടതിയുടെ പരാമർശത്തിന് ശേഷം ഈ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്? VPP, ഇത് പകൽ പോലെ വ്യക്തമാകുന്നൊരു കാര്യമല്ലേ? ശ്രീ സോമൻ ഉപയോഗിച്ച 2 വാക്കുകൾ, ഒന്ന് ശ്രീ രാജീവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നേരത്തെ കാണിച്ച വീഡിയോ ക്ലിപ്പിനെ കുറിച്ചിട്ട് സോമൻ പറഞ്ഞത് ഇത് മാനസിക ഭാവത്തിൻ്റെ പ്രശ്നമാണ്, മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, വൈകൃത മനോഭാവമാണ് എന്നാണ്.
ശ്രീ സോമൻ, താങ്കൾ ഉപയോഗിച്ച ആ രണ്ട് വാക്കുകളും വളരെ അർത്ഥവത്താണ്. പക്ഷേ ശ്രീ പി രാജീവിന് നേരെയല്ലാതെ പ്രയോഗിക്കേണ്ടത് എന്ന് മാത്രം. അത് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രയോഗിക്കേണ്ടത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷി ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ആ രാഷ്ട്രീയ കക്ഷിയെയും അതിൻ്റെ ഭരണ സംവിധാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഏത് ജനങ്ങൾ തിരഞ്ഞെടുത്തതായാലും ശരി, ഞങ്ങൾ കേന്ദ്ര ഭരണത്തിൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ആ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കും. ഈ മനോഭാവം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനാണുള്ളത്, നരേന്ദ്രമോദിയുടെ സർക്കാരിനാണുള്ളത്. ബി ജെ പിയോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്ന ആളുകളല്ലെങ്കിൽ അവരെ ഒന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് അംഗീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഭരണഘടനാപരമായിട്ട് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഭരണഘടന, അതിൻ്റെ കീഴ്വഴക്കങ്ങൾ, അതിൻ്റെ ചട്ടങ്ങൾ, അതിൻ്റെ നിയമസമാധാന സംവിധാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ലഭിക്കേണ്ടതാണ്. അത് അനുവദിക്കുന്നില്ല എന്നുള്ള മനോഭാവമല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ മിലിറ്ററിയുടെ സേവനത്തിന്, നമ്മുടെ പ്രതിരോധ സേനകളുടെ സേവനത്തിന് കൂലി വാങ്ങിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ ഏത് സംവിധാനത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത്? നമ്മുടെ പ്രതിരോധ സേന എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായാൽ അവിടെ കൂലിക്ക് പോയി പണിയെടുക്കേണ്ടവരാണോ? ഇപ്പൊ വേറെ യുദ്ധമൊന്നുമില്ലല്ലോ. ചൈനയായിട്ടോ പാകിസ്ഥാനായിട്ടോ അതിർത്തി രാജ്യങ്ങളായിട്ടോ ഇപ്പൊ വേറെ മുറ്റി നിൽക്കുന്ന യുദ്ധമൊന്നുമില്ലല്ലോ. അവിടെ പ്രതിരോധ സേനയുടെ നമ്മുടെ ബോർഡറിലുള്ള സെക്യൂരിറ്റി ഫോഴ്സുകൾ അതിൻ്റെ കാവൽ നിർവഹിക്കുന്നു. ബാക്കി പ്രതിരോധ സേനാംഗങ്ങൾ മുഴുവൻ ഇരിക്കുകയല്ലേ. അപ്പോഴല്ലേ രാജ്യത്തിനകത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു അത്യാഹിതം സംഭവിക്കുന്നത്? ഒന്നുകിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഏതെങ്കിലും. അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ വന്നാൽ അതിന് കൂലി കൊടുത്തുകൊള്ളണം എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? പഴയ കീഴ്വഴക്കം അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് തന്നെ തുടരാനാണോ ബി ജെ പിയുടെ ഭരണം ഇരിക്കുന്നത്? കോൺഗ്രസ്സുകാരുടെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് നിങ്ങളിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. ഇവിടെ മറ്റേ കോൺഗ്രസിന്റെ കുടുംബ ഭരണമായിരുന്നു, അവർ ഭരണഘടനയെ മാനിച്ചിട്ടില്ല, അവര് അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെയാണല്ലോ 2 ദിവസമായിട്ട് അമിത്ഷായും മോഡിയും പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കാലത്തുണ്ടായിരുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഈ കീഴ്വഴക്കം നിങ്ങൾ എന്തിനാ തുടരുന്നത്? അതെന്താ നിങ്ങൾ മാറ്റാത്തത്? നിങ്ങൾ എന്തെല്ലാം മാറ്റാൻ വേഗം നിയമനിർമ്മാണം നടത്തുകയാണ്. നിങ്ങളുടെ ഈ 10 വർഷത്തെ ഭരണകാലത്ത് ഏതാണ്ട് 22 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നില്ലേ? പുതിയൊരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള ബില്ല് നിങ്ങൾ രാജ്യസഭയിൽ ഇന്നലെ അവതരിപ്പിക്കുകയും ചെയ്തില്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു സേനയെ, അവിടുത്തെ കരസേനയെയും വ്യോമസേനയെയും അതുപോലെ എയർഫോഴ്സിനെയും എല്ലാം എവിടെയെങ്കിലും പോയി ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾ അത്യാഹിതത്തിൽപ്പെട്ടാൽ അവരെ സഹായിച്ചാൽ അതിന് കൂലി കൊടുക്കുന്നവരാക്കി മാറ്റി തീർക്കുന്നത്, ഒരുതരം കൊട്ടേഷൻ പണിക്കാരുടെ ഏർപ്പാടാക്കി മാറ്റുന്നത് ആ സേനാംഗങ്ങളെ അപമാനിക്കലല്ലേ? ഈ കേന്ദ്ര സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്റ്റേറ്റ്, കേരളമല്ല ഏത് സ്റ്റേറ്റും ആവട്ടെ, അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ഇന്ത്യയിലെ പൗരന്മാരെ സഹായിക്കാൻ പോയാൽ ഇന്ത്യൻ സൈന്യത്തിന് ആ പ്രദേശം ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനം പ്രതിഫലം കൊടുത്തുകൊള്ളണം, കൂലി കൊടുത്തുകൊള്ളണം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? എന്ത് ജനാധിപത്യ ഏർപ്പാടാണ്? നിങ്ങളിപ്പോ പറയുന്നത് ഇത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എന്ത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റാ? കേരളത്തിന് ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാർ അവരുടെ ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് ഈ രാജ്യത്തെ ഒരു കൂട്ടം പൗരന്മാർ അത്യാഹിതം നേരിട്ടപ്പോൾ ഇന്ത്യയുടെ സേനയെ അയച്ചു സഹായിച്ചാൽ അതിന് പ്രതിഫലമായിട്ട് ഇങ്ങനെ 132 കോടി രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ മിസ്റ്റർ സോമൻ, ഈ 132 കോടി കേരളത്തിന് കിട്ടേണ്ടതല്ലേ? നിങ്ങൾ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വായുവിൽ ഇങ്ങനെ ഇല്ലാതാകുന്ന പണമല്ലല്ലോ. ഈ ബില്ലും ഇങ്ങനെ പ്രതിഫലം വാങ്ങുന്ന ഏർപ്പാടുമില്ലെങ്കിൽ ഈ 132 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടതാണ്. അത് നഷ്ടപ്പെട്ടില്ലേ കേരളത്തിന്? ആ 132 കോടി രൂപ ലഭിച്ചിരുന്നെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ എന്തുമാത്രം സഹായിക്കാനാകും? അപ്പൊ നിങ്ങളിത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, ക്രമീകരിക്കലാണ് എന്ന് പറയുന്നത് ഒരുതരം തട്ടിപ്പല്ലേ? ശരിയാണ്, നിങ്ങൾ കേരളത്തിന് നൽകേണ്ട പൈസ നിങ്ങൾ നൽകാതെ ഇതാ ഇങ്ങനെ ഒരു ബില്ല് നിങ്ങളുടെ പേരിൽ പെൻഡിങ്ങിലുണ്ട്, അതിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കുകയാണ് എന്നല്ലേ കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒന്ന്
നേരത്തെ ഉള്ള കീഴടക്കം എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എത്രയോ ചെറിയ സംഗതികൾക്ക് വേണ്ടി പോലും വലിയ നിയമനിർമ്മാണം നടത്താൻ കെട്ടിപ്പുറപ്പെട്ട നിങ്ങൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കേണ്ടതിന് പകരം അതിന് കൂലി പറഞ്ഞു വാങ്ങിക്കുന്നവരായി മാറുന്ന കീഴ്വഴക്കം നേരത്തെ മാറ്റേണ്ടവരല്ലേ? ഒന്ന്, അത് നിൽക്കുന്നു. രണ്ട്, ഇത് നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട പണമല്ലേ? അല്ലാതെ നിങ്ങൾ സ്വയം ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എഴുതിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്ന് വരവ് വെക്കുന്നതല്ലോ. കേരളത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയല്ലേ, കുറയ്ക്കുകയല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടായിട്ട് മാറുകയാണ്. അവിടെയാണല്ലോ ഇന്നത്തെ ഹൈക്കോടതിയുടെ ചോദ്യം പ്രസക്തമായി തീരുന്നത്. നിങ്ങളിത് അജിംഷാദെ, ഇത് നേരത്തെ ബില്ല് തന്നതാ. ഈ 2017-ലെയും 2018-ലെയും ഒക്കെ പ്രളയത്തിന്റെ പേരിലുള്ള ബില്ല് 2019 കേരളത്തിന് തന്നതാ. പക്ഷെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളും കൊണ്ട് നമുക്കിതുവരെ അത് അടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അടക്കാതിരുന്നപ്പോഴാണ് വീണ്ടും മിൻഡാസായിട്ട് ഇറക്കിയിരിക്കുന്നത്. നിങ്ങളത് ഇപ്പൊ അടച്ചുകൊള്ളണം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ വരുന്നതല്ല. നേരത്തെ കൊടുത്തിട്ടും കേരളം അടച്ചില്ല എന്നുള്ളതിന്റെ പേരിലാണ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ അനുഭവം കിടക്കുകയല്ലേ. ഈ വ്യോമസേനയുടെ ഈ സഹായം ഇങ്ങനെ എയർലിഫ്റ്റിംഗ് നടത്തിയതോ മറ്റു കാര്യങ്ങളും മാത്രമല്ലല്ലോ. അരിയുടെ പൈസ നിങ്ങൾ പിടിച്ചെടുത്തില്ലേ? 2018-ലെ പ്രളയം ഈ കേരളത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നല്ലോ. വയനാട്ടിനെ പോലെ ഒരു പ്രദേശത്തെ മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും ജില്ലകളെ പ്രതിസന്ധിയിലാക്കിയ പ്രളയം. ആ പ്രളയകാലത്ത് തന്ന സ്പെഷ്യൽ റേഷനരി, ആ റേഷനരിക്ക് വേണ്ടി ഏതാണ്ട് 260 കോടി രൂപ നിങ്ങൾ എഴുതി വാങ്ങിച്ചില്ലേ? അത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണോ ചെയ്തത്? നിങ്ങളത് ക്രമവൽക്കരിക്കുകയാണോ ചെയ്തത്? കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയിലേക്കുള്ള വീതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളത് പിടിച്ചു വാങ്ങിയിട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന അനുഭവമല്ലേ, ഒന്നല്ലല്ലോ. അങ്ങനെ നിങ്ങൾ കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ? ഇതിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ എന്ത് കെടുകാര്യസ്ഥതയാണ് ഉള്ളത്? നിങ്ങൾ ഈ മനുഷ്യത്വ വിരുദ്ധമായ ഏർപ്പാട് കാണിച്ചിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില ഏർപ്പാടുകൾ തുടർന്നുകൊണ്ട് നിങ്ങളെടുത്തിട്ടുള്ള ഈ സമീപനം അത് തിരുത്തുന്നതിനു പകരം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളല്ലേ ജനാധിപത്യ വിരുദ്ധമായിട്ടും മനുഷ്യത്വ വിരുദ്ധമായിട്ടും രാഷ്ട്രീയ വിവേചനം വെച്ചും പ്രവർത്തിക്കുന്നത്? നിങ്ങൾ കേന്ദ്രത്തിലേക്ക് വോട്ട് ചെയ്ത് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നതുപോലല്ലേ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്? അതിനെ ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കണ്ടേ? ഈ ഇടതുപക്ഷം കാര്യമായിട്ട് വളരാൻ കഴിയുന്നില്ല. അതിൽ വളരെ ഷാർപ്പായ ചില കാര്യങ്ങളുണ്ട്. ദീപ, നോക്കൂ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ, സംസ്ഥാനങ്ങളെ, അതിൻ്റെ ഫെഡറൽ മൂല്യങ്ങളെ ലംഘിച്ചുകൊണ്ട് BJPയുടെ ഇടപെടലുകൾ, അത് വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ കാട്ടുന്ന വൈരാഗ്യം മാത്രമല്ല, മറ്റെല്ലാ BJP ഇതര സംസ്ഥാനങ്ങളോടും ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തോട് കൂടുതലായുണ്ട്. അത് കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാരായതുകൊണ്ട് കൂടിയാണ് എന്നൊക്കെയുള്ള വാദം ശരിവെക്കുന്നതാണ് ഇന്ന് പാർലമെൻറ്റിലും നടന്ന സംഭവഗതികൾ. നോക്കൂ, മഹാനായ BR അംബേദ്കറെ പോലും ആക്ഷേപിക്കാൻ, ആ ജനാധിപത്യ ശ്രീകോവിൽ നിന്നുകൊണ്ട് ആക്ഷേപിക്കാൻ അമിത്ഷയ്ക്ക് ഒരു മടിയുമില്ല. ഞെട്ടിപ്പോയി ആ തൊലിക്കട്ടി. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇവരുടെ ഭാവങ്ങൾ പല ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര പച്ചയ്ക്ക് അംബേദ്കറുടെ പേരുകൾ ആവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഞെട്ടിപ്പോയി. കാരണം അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ആദ്യം ഒഴിവാക്കി പിന്നീട് അത് തിരഞ്ഞെടുക്കാനായി ഇവർ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞാണ്. കാരണം ഭരണഘടന നിർമ്മിക്കാൻ അംബേദ്കറെ പോലെ അത്രയും എഫിഷ്യൻ്റായ ഒരാൾ അന്നില്ലായിരുന്നു. അത്രയേറെ സമഗ്രമായ മനുഷ്യനിർമ്മിതമായതിലെ ഏറ്റവും മികച്ചമായ ഭരണഘടന ഉണ്ടാക്കി രാജ്യത്തിന്, ലോകത്തിന് തന്നെ രാജ്യത്തിൻ്റെ നെറുകയിൽ സ്ഥാപിക്കാവുന്ന ഒരു പൊൻതൂവൽ കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയുടെ നിർമ്മാതാവിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു, അതും BR അംബേദ്കറെ പോലെ ഒരു വലിയ മനുഷ്യനെ ഒരു സങ്കോചവുമില്ലാതെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പാർലമെന്റിൽ നടന്ന ശ്രീ അമിത്ഷായുടെ പ്രസംഗം കേട്ട എല്ലാവർക്കും തന്നെ അത് ബോധ്യമായതാണ്. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ട ഒരു ഇത് നമ്മൾ വളരെ കാലമായിട്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അംബേദ്കറെ പോലെയുള്ള ഡോക്ടർ BR അംബേദ്കറെ പോലെയുള്ള ലോകത്തിലേക്കും തന്നെ ഏറ്റവും മഹത്തായ ഭരണഘടന എഴുതിയുണ്ടാക്കിയ
അദ്ദേഹത്തെ ആ ഒരു നമുക്കറിയാം ഇദ്ദേഹം ഇപ്പോ അത് വളച്ചൊടിച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ചെയ്തു, നെഹ്റു അംബേദ്കറെ എതിർത്തിരുന്നു തുടങ്ങിയ പ്രസ്താവനകളുമൊക്കെ ആയിട്ട് ശ്രീ അമിത്ഷാ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് ബി ജെ പി നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രബുദ്ധരായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളെ, ചരിത്രം അറിയുന്നവരെ എന്തായാലും അവർക്ക് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. 4 പ്രാവശ്യവും പരാജയപ്പെട്ടതിന് ശേഷം മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന് ഡോക്ടർ BR അംബേദ്കറിനെ മത്സരിപ്പിച്ചത് നെഹ്റു ഉൾപ്പെടെയുള്ളവരാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കൊണ്ടുവന്നത് കോൺഗ്രസും ഞങ്ങളുടെ നേതാക്കന്മാരുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടർ BR അംബേദ്കറെ പോലെയുള്ള ഒരാള്, ആ ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ട് തന്നെ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിച്ചത് തീർച്ചയായിട്ടും എല്ലാവർക്കും തുല്യത. പക്ഷേ യഥാർത്ഥത്തിൽ ആ സമുദായത്തിൽ നിന്നുള്ള ഒരു ആനുകൂല്യമൊന്നും വേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിൻ അത്ര സൂപ്പറായിരുന്നു. കാരണം ഒരുത്തരും ഇന്ത്യയിൽ അംബേദ്കറുടെ ശേഷി അന്ന് ഭരണഘടന രൂപപ്പെടുത്താനില്ലായിരുന്നു. വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല. അല്ല, ആദ്യം അംബേദ്കറെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗവാക്കുകളോട് അംബേദ്കറെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ആരാണ്? പിന്നീട് ആരുമില്ലാത്ത ഘട്ടത്തിൽ അംബേദ്കർ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ കോൺഗ്രസിന് അംബേദ്കറെ ക്ഷണിക്കേണ്ടി വന്നത്. പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് ജോൺ ബ്രിട്ടാസ് MP അതേ സംബന്ധിച്ച് രാജ്യസഭയിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് കാര്യമില്ല, ചരിത്രം നമ്മുടെ കൺമുന്നിൽ അങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അന്ന് എല്ലാത്തിനും അപ്പുറത്തേക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോവുക, ജനങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇത് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ BR അംബേദ്കറെ പോലെയുള്ളവരും മുൻധാരയിലേക്ക് കൊണ്ടു. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം മറ്റൊരു പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും മറ്റു 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും, അതും ചരിത്രമാണെങ്കിൽ പോലും, ഡോക്ടർ BR അംബേദ്കറിനെ ഭരണഘടനാ ശില്പി, ഇവിടെ സ്മാരകങ്ങൾ ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞവര്, ദേശീയ പതാകയെ പോലും ദുശകുനം എന്ന് പറഞ്ഞവർ ഇന്ന് ഭരണഘടനയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇത്രയും മികഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. പാർലമെന്റിന്റെ പുതിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ എന്തുകൊണ്ടാണ് അതിനകത്ത് വരാൻ അനുവദിക്കാതിരുന്നത് ആ ചടങ്ങിൽ? ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഈ മനോഭാവം തെളിയിക്കുന്നത്. ആ മനോഭാവത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഭരണഘടനാ ശില്പിയായ മഹാനായ ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്നതിലൂടെ അമിത്ഷാ കാണിച്ചിട്ടുള്ളത്. അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ അത് നല്ലൊരു നിരീക്ഷണമാണ്. കാരണം മുർമുവിനെ രാഷ്ട്രപതിയെ മാറ്റി നിർത്തുന്നു. ഈ അംബേദ്കറോടുള്ള പുച്ഛം, നിങ്ങൾ ചാതുർവർണ്ണ്യത്തിൻ്റെ സിന്ദൂരമാലകൾ വീണ്ടും രാജ്യത്ത് ചാർത്താൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. പക്ഷേ അതിനെ പറ്റിയൊരു സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പേടിച്ചു നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്കെതിരെയുള്ള വാദങ്ങളൊക്കെ ശരിവെക്കുന്നതാണ് ഇന്ന് പാർലമെന്റ് മുറിയിൽ നടന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അങ്ങ് ഇടപെടരുത്. ബഹുമാനനായിട്ടുള്ള ശ്രീ PPP മുസ്തഫയ്ക്ക് കൊടുത്തത് 9 മിനിറ്റ് സമയമാണ്. 9 മിനിറ്റ് സമയം വർത്തമാനം പറഞ്ഞ സമയത്ത്, ദീർഘമായി TPP മുസ്തഫ വർത്തമാനം പറഞ്ഞ സമയത്ത് അങ്ങ് നിശബ്ദനായിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള സമയം അങ്ങ് തരണം എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ആടിനെ പട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ പ്രതിനിധിയുടെ പരിശ്രമം പ്രേക്ഷകർ കാണുന്നുണ്ട്. ആടിനെ പട്ടിയാക്കൽ തന്നെയാണ്. സൈന്യം കൊടുത്ത സേവനത്തിന് 131 കോടി രൂപ ഇവിടെ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് നിലവിലുള്ള നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ നിയമ സംവിധാനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെവിടെയാണോ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായി വരുന്ന ചെലവ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളെ സമീപിക്കുക എന്നുള്ളത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമമാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി അല്ല, അത് BJP അല്ല. ആ നിയമങ്ങളിൽ മാറ്റം ആവുമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഭിഭാഷകര് കോടതിയിൽ അടുത്ത ദിവസങ്ങളിൽ മറുപടി പറയട്ടെ എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ TPP മുസ്തഫയോട് ചോദിക്കട്ടെ, ശബരിമല സീസൺ ആണല്ലോ ഇപ്പോ, അവിടെ പോലീസിന്റെ സേവനത്തിന് ദേവസ്വം ബോർഡ്
സർക്കാരിലേക്ക്, ആഭ്യന്തര വകുപ്പിലേക്ക് പണം അടയ്ക്കേണ്ടതില്ലേ? അവിടെ വൈദ്യുതി നൽകുന്നതിന്, അവിടെ കുടിവെള്ളം നൽകുന്നതിന്, അവിടെ ശബരിമലയിലെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ദേവസ്വം ബോർഡ്, സർക്കാരിന്റെ വിവിധ ഏജൻസികൾക്ക് പണമടയ്ക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ KSRTC ബസ്സിൽ ജയിലുകളിലേക്ക് പ്രതികളെ കൈമാറ്റം ചെയ്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പോലും ആഭ്യന്തര വകുപ്പിന് KSRTCക്ക് കൊടുക്കാണ്ട് പണം കൊടുക്കേണ്ടതുണ്ടല്ലോ. ദുരന്തഭൂമിയുടെ കാര്യത്തെയാണ് താങ്കൾ ഇതുമായി താരതമ്യം ചെയ്യുന്നത്. ദുരന്തഭൂമിയുടെ കാര്യത്തെയാണ് താങ്കൾ ഇതുമായി താരതമ്യം ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇത് നിലവിലുള്ള നിയമമാണ് ജിംഷാദെ. അത് ആ നരേന്ദ്രമോദി നിയമം അതിൽ മാത്രമല്ല ശ്രീ സോമൻ ഉള്ളത്. ആ നിയമം അതിൽ മാത്രമല്ല ഉള്ളത്. ആ നിയമം ഈ നാട്ടിൽ നിന്നുകൊണ്ട് പിരിച്ചുകൊണ്ട് പോകുന്ന പണത്തിന്റെ ഒരംശം ഇവിടേക്ക് എത്തിക്കണം. 1 രൂപ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എത്ര പൈസയാണ് ഇവിടേക്ക് എത്തുന്നത്? ആ അവകാശമാണ് ചോദിക്കുന്നത്. ആ അവകാശമാണ് ചോദിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞപ്പോ നിശബ്ദനായിരുന്നത് പോലെ ഇരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ താങ്കളോട് സംശയമുള്ളതാണ് ചോദിച്ചത്. നിലവിലുള്ള നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ സന്ദർഭത്തിൽ പണം കൊടുത്തിട്ടില്ല എന്ന് കരുതി മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആടിനെ പട്ടിയാക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രതിനിധി നടത്തിയിട്ടുള്ള പരിശ്രമം പ്രേക്ഷകര് വിലയിരുത്തട്ടെ. 1. 2, അങ്ങ് ഈ ചർച്ചയുടെ ഇടയിലാണ് ആരാധ്യനായ അംബേദ്കറുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഉന്നയിക്കുന്നത്. ഇന്നലെ ലോക്സഭയില് ചർച്ചക്കിടയിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പരാമർശം, എന്താണ് ആ പരാമർശം? ആരാധ്യനായ അംബേദ്കറെ അഭിമാനിച്ചു എന്ന് പറയുന്ന എന്താണ് ആ പരാമർശം? കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് തുടർച്ചയായി അംബേദ്കർ 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 എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇത് ഒരു പ്രാർത്ഥന പോലെ മറ്റേതെങ്കിലും ദൈവങ്ങളെ കണ്ടുകൊണ്ടായിരുന്നെങ്കിൽ എന്ന പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ആരാധ്യനായ ഭരണഘടനാ ശില്പി ഭാരതരത്നം BR അംബേദ്കർ, ആ ഭാരതരത്നം BR അംബേദ്കർക്ക് സമുചിതമായ സ്മാരകം പഞ്ചതീർത്ഥം എന്ന പേരിൽ രാജ്യത്ത് നിർമ്മാണം നടത്തി ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഭാരതരത്നം BR അംബേദ്കറുടെ മഹിമ ലോകത്തിന് മുമ്പാകെ കാണിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അവർ ആദ്യം പറയാണ് സ്മാരകങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന്. ശ്രീ കെ സോമൻ, ഈ ചരിത്ര വിദ്യാർത്ഥികളൊക്കെ ഇത് കേട്ടാൽ പൊട്ടിച്ചിരിക്കും. ഞാൻ ചോദിക്കുന്നതല്ല, ഈ അംബേദ്കറുടെ പേര് പറയുമ്പോൾ മാത്രം അംബേദ്കറുടെ പേര് പറയുമ്പോൾ മാത്രം എന്തിനാണ് നിങ്ങൾ ഭഗവാനെ ഓർക്കുന്നത്? ഭഗവാന്റെ നാമം ജപിക്കലിനെ ഓർക്കുന്നത്? നിങ്ങൾക്ക് ചെങ്കോലുമായി ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ മതചടങ്ങുകളുമായി താരതമ്യം ചെയ്ത് കൊണ്ടുപോയപ്പോൾ അത് തോന്നിയില്ലേ? സവർക്കറെ വലിയ ധീരനാക്കി അവതരിപ്പിക്കുമ്പോൾ ഗോഡ്സയെ വലിയ മഹത്വവൽക്കരിച്ച് പല നിങ്ങളുടെ പ്രതിനിധികളും പറയുമ്പോൾ ആ ഘട്ടത്തിൽ തോന്നിയില്ലേ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നതാണ് മെച്ചപ്പെട്ടതെന്ന്? ഈ അംബേദ്കർ എന്ന മഹാന്റെ പേരുച്ചരിക്കുമ്പോൾ മാത്രം എന്താണ് നിങ്ങൾ ഈ ഭഗവാന്റെ കീർത്തനവുമായി അതിനെ യോജിപ്പിച്ചത്? അത് നിങ്ങളിലുള്ള ചാതുർവർണ്ണയത്തോടുള്ള ആഭിമുഖ്യമാണ്. അതാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. അജിംഷാദേ, അങ്ങ് സവർക്കറെ കുറിച്ച് പറയുമ്പോ സവർക്കറെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ നിലപാടിലേക്ക് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറയൂ. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ സവർക്കറെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ തലത്തിലേക്ക് വരുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിലുള്ളത് കൊണ്ട് അവരത് മനസ്സിലാക്കട്ടെ, അവരതിന് മറുപടി പറയട്ടെ. ഇവിടെ അജിംഷാദ് പറഞ്ഞത് ചരിത്ര വിദ്യാർത്ഥികൾ ചിരിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, 4 പതിറ്റാണ്ട് കാലം എന്തുകൊണ്ട് BR അംബേദ്കർക്ക് ഭാരതരത്നം നൽകിയില്ല? കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മറുപടി ഉണ്ടോ? രാജ്യത്തിന്റെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഒരു ഛായാചിത്രം സ്ഥാപിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ സർക്കാരുകൾക്ക് കഴിയാതെ പോയി? ഈ ചോദ്യത്തിന് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉത്തരവുണ്ടോ? കോൺഗ്രസ് അല്ലേ, നെഹ്റു അല്ലേ സാക്ഷാൽ BR അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? എന്തുകൊണ്ട് കോൺഗ്രസ് പഞ്ചതീർത്ഥ പദ്ധതിയെ അനാദരിക്കുന്നു, അവഗണിക്കുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക്? അജിംഷാദെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് പവിത്രമായ ഭരണഘടന, ലോകത്തിന്റെ മുമ്പിൽ പവിത്രമായ ഭരണഘടന എഴുതി തയ്യാറാക്കി
നമ്മുടെ രാജ്യത്തെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കിയ ഭാരതരത്നം BR അംബേദ്കറെ ഞങ്ങൾ ആദരിക്കുകയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളും ഭരണഘടനയെ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മലാ സീതാരാമൻ നിങ്ങളുടെ ധനമന്ത്രി പറഞ്ഞത്. കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞതുപോലെയല്ല. ബ്രിട്ടീഷുകാരൻ പറഞ്ഞുകൊടുത്ത് ഇന്ത്യക്കാരൻ എഴുതി തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ കുന്തവും കൊടച്ചക്രവുമുള്ള ഭരണഘടനയല്ല ഭാരതരത്നം ഡോക്ടർ BR അംബേദ്കർ എഴുതി തയ്യാറാക്കി ഞാൻ ചോദിച്ചത് ശ്രീ കെ സോമൻ, ഞാൻ ചോദിച്ചത് അതല്ല. ഈ അംബേദ്കറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മാത്രം ഭഗവാന്റെ സ്തോത്രങ്ങൾ ഓതണം എന്ന് നിങ്ങൾക്ക് വെളിപാടുണ്ടാകുന്നത് എന്താണ്? അംബേദ്കറുടെ വാക്കുകൾ, അംബേദ്കറുടെ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത്രയും അസ്വസ്ഥമാകുന്നത്? അത് നിങ്ങളുടെ ഉള്ളുകള്ളിയാണ് പുറത്തെത്തുന്നത്. ഇന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചു 75 വയസ്സ് എന്ന അദ്വാനിയുടെ മാനദണ്ഡം അത് മോഡിയുടെ കാര്യത്തിൽ പാലിക്കുമോ എന്ന്. അത് മാത്രമല്ല, താടിയിൽ മടിയിലിരുത്തി കുട്ടിയെ താടിയിൽ താലോലിച്ചിട്ട് ഈ സമൂഹത്തിന് ഒരു ഇളവും നൽകാത്ത കേന്ദ്രത്തിൻ്റെ സമീപനത്തെ സംബന്ധിച്ച് ബ്രിട്ടാസ് MP ചോദിച്ചു. അതുപോലെ തന്നെയാണ് P രാജീവും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ആ പൈസ കൂടി മോദി ഇവിടേക്ക് 10-ാം തീയതി എത്തിയ അതിൻ്റെ പൈസ കൂടി ഞങ്ങളെ ഇന്ന് ഈടാക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു എന്ന്. അതാണ് കൃത്യമായ നിങ്ങൾക്കുള്ള അത് ഏത് തരത്തിലായാലും നിങ്ങൾക്കുള്ള അമ്പാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അംബേദ്കറെക്കുറിച്ച് പറയുമ്പോൾ മാത്രം നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥമാകുന്നത്? എന്താണ് അമിത്ഷായ്ക്ക് ആ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ? ദീൻ ദയാൽ ഉപാധ്യായും ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ച് പറയുമ്പോഴും അസ്വസ്ഥനാകുമോ? അന്ന് പറഞ്ഞിരുന്നോ ഇതേ കണക്ക് ഭഗവാന്റെ സൂക്തങ്ങൾ ഓതണമെന്ന്? അംബേദ്കറുടെ പേര് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥമാകുന്നത് എന്തിന്? ആജിം ഷാദെ, ഞങ്ങൾ അംബേദ്കറെ ആദരിക്കുന്നു എന്നുള്ളത്, ഞങ്ങൾ അംബേദ്കറെ അംഗീകരിക്കുന്നു എന്നുള്ളത് മഹാനായ ഭാരതരത്നം ഡോക്ടർ BR അംബേദ്കറെ ഞങ്ങൾ ആദരിക്കുന്നു എന്നുള്ളതിന്റെ അംഗീകാരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും മധ്യപ്രദേശിൽ തുടർച്ചയായി ഈ കോൺഗ്രസിന്റെ വഞ്ചന കണ്ട ജനത അംബേദ്കറുടെ ജന്മസ്ഥലവും അദ്ദേഹത്തിന്റെ പരിശീലന കാലവും പ്രവർത്തന കാലവും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ ആരാണിന്ന് രാഷ്ട്രീയാധികാരം കൈയാളുന്നത്? അംബേദ്കറുടെ ദർശനങ്ങളോട് ആദരവോടെ പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ ജനങ്ങൾക്ക് ബോധ്യമാണ്. ശ്രീ VP മുസ്തഫ, അതായത് താങ്കൾ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളോട് ആ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളോടുള്ള സമീപനം, BJP അല്ലെങ്കിൽ അവരോടുള്ള സമീപനം, അവർക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ പിടിച്ചു വെക്കുന്ന സമീപനം, അത് തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ പ്രതിഫലിച്ചത്. അതുതന്നെയല്ലേ പാർലമെൻറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഫലിക്കുന്നത്? ഇന്നത്തെ അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിലടക്കം. തീർച്ചയായിട്ടും അജിംഷാദെ, ഇവിടെ BJPയുടെ പ്രതിനിധി ശ്രീ സോമൻ ആടിനെ പട്ടിയാക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നു. അദ്ദേഹത്തിന് ആടിനെയും മനസ്സിലായിട്ടില്ല, പട്ടിയെയും മനസ്സിലായിട്ടില്ല. അവനവന്റെ കയ്യിലുള്ള സാമ്പത്തിക ശേഷി വെച്ച്, അവനവന്റെ ആരോഗ്യസ്ഥിതി വെച്ച് ശബരിമല പോലെയുള്ള തീർത്ഥാടനത്തിലേക്ക് പോകുന്ന ആളുകളും ഇവിടെ ഒരു അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തം വന്നിട്ട് സകലതും നഷ്ടപ്പെട്ട് നിരാലംബരാകുന്ന മനുഷ്യരും ഒരുപോലെയാണോ? ശബരിമലയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീർത്ഥാടനത്തിന് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരവർ വിശ്വസിക്കുന്ന തീർത്ഥാടനത്തിന് പോകുന്നത് അവനവന്റെ ആരോഗ്യശേഷിയും അവനവന്റെ സാമ്പത്തിക സ്ഥിതിയും വെച്ചിട്ടാണ്. UPയുടെ 5000-ന് പുറമെ 2000 കോടി നൽകിയവരാണ് കേന്ദ്രം. ആ കേന്ദ്രമാണ് ഈ ദുരന്തം നടന്ന 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയതിന് 3 വാർഡായി കണ്ടത്. ഇവിടെ തന്നെ എന്നിട്ടാണ് ശബരിമലയുടെ കാര്യം ഇവിടെ തന്നെ എന്താ ചെയ്യുന്നത്? അവിടത്തേക്ക് ശബരിമലയിലേക്കുള്ള റോഡുകൾ മുഴുവൻ ഓരോ സീസൺ വരുമ്പോഴും ഗതാഗത യോഗ്യമാക്കാൻ എത്ര കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിടുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള വൈദ്യുതി നിരക്കോ ഈ പറഞ്ഞ KSRTCയുടെ നിരക്കോ ഈടാക്കിയിട്ട് ശബരിമലയിലെ ഈ ദുർഘടമായ മേഖലകളിൽ ഈ തീർത്ഥാടകരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി കഴിയുമോ? അപ്പോ അതിനെയും നിങ്ങൾ നോക്കൂ, ഒരു ചൂരൽമലയിൽ, ഒരു മുണ്ടക്കൈയിൽ, അല്ലെങ്കിൽ ഒരു കുട്ടനാട്ടിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി, അതുവരെ അവൻ സമ്പാദിച്ച സകലതും നഷ്ടപ്പെട്ട നിരാലംബരായ മനുഷ്യർ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണെന്ന്. വലിയ രാജ്യസ്നേഹമല്ല ഇവർ പറയുന്നത്.
ആ രാജ്യത്തിലെ പൗരന്മാർ അവരെ ജീവൻ രക്ഷപ്പെടുത്താൻ വന്നാൽ അതിന് ഈ രാജ്യത്തിന്റെ കർമ്മധീരന്മാരായ ഭടന്മാരുടെ സേവനത്തിന് പ്രതിഫലം കൊടുക്കണം, കൂലി കൊടുക്കണം. അത് പണ്ടേയുള്ള ഏർപ്പാടാണ്. പണ്ടേയുള്ള ഏർപ്പാടാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്? പണ്ടേയുള്ള നിയമം തന്നെ നിലനിന്നാ പോരെ? നിങ്ങൾ എന്തിനാ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 ഭേദഗതി ചെയ്തത്? പണ്ടേയുള്ള ശീലം തുടരാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ആർട്ടിക്കിൾ 360 റദ്ദാക്കാൻ? എത്ര പെട്ടെന്നാണ് നിങ്ങൾ നിയമം കൊണ്ടുവന്നത്? ഒരൊറ്റ രാത്രി കൊണ്ടല്ലേ നിങ്ങൾ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നിട്ട് ആർട്ടിക്കിൾ 360 റദ്ദാക്കി ജമ്മു കാശ്മീരിനെ 3ആയി പിരിച്ചത്? ഭരണഘടനയിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള നിയമങ്ങൾ തുടരാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഴയ രാഷ്ട്രപതിയുടെ പേരിൽ പ്രത്യേകം കമ്മിറ്റി ഉണ്ടാക്കി ആരും അറിയാതെ ഒരു തട്ടിപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ബില്ലുമായിട്ട് വന്നത്? പഴയ ശീലങ്ങൾ മാറ്റാൻ ഇത്രയേറെ ആവേശം കാണിക്കുന്ന ആളുകൾ എന്തേ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിലെ സൈന്യത്തെ വെറും കൂലിക്കാരാക്കി മാറ്റുകയും ഈ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയാൽ അതിന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങൾ പ്രതിഫലം നൽകുകയും ചെയ്യണമെന്ന് പറയുന്ന അങ്ങേയറ്റം തെറ്റായ ഈ ഏർപ്പാട് മാറ്റാൻ നിങ്ങൾക്കൊരു ഔത്സുക്യവുമില്ലാത്തത്? നിങ്ങളുടെ ഈ വളരെ പേരുകേട്ട 64 ഇഞ്ചിന്റെ നെഞ്ചളവും വലിയ രാജ്യസ്നേഹവും വികസന മുദ്രാവാക്യവും പറയുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും എന്തേ അതിന് നേരമില്ലാത്തത്? ഈ പൊട്ട നിയമം മാറ്റാൻ അത് മാറ്റാതെ എന്നിട്ട് ആ പൊട്ടത്തരം നിങ്ങളും ആവർത്തിച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയാണോ? അത് തന്നെയല്ലേ നിങ്ങൾ അംബേദ്കറുടെ കാര്യത്തിൽ ചെയ്യുന്നത്? ഇപ്പോ സോമൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ചർച്ചയിൽ, ഇപ്പോ ഈ വിഷയങ്ങൾ പുറത്തു വന്നപ്പോ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഒരു 4 തവണ മഹാൻ, 4 തവണ ഭാരതരത്നം, ഒരു 2 തവണ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അംബേദ്കറിനോടുള്ള RSSന്റെ നിലപാട് മാറുമെന്നാണോ? നിങ്ങൾ നോക്ക്, സോമൻ പറഞ്ഞ ആ സമയത്തുടനീളം അദ്ദേഹം ആവർത്തിച്ചത് ഭാരതരത്നം ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയാനാണ്. എന്തിനാ അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? RSSന്റെ നിലപാടെന്താ? നിങ്ങൾ എന്തിനാ നാഗ്പൂരിൽ തന്നെ RSS രൂപീകരിച്ചത്? 1925 അതിന്റെ ആസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് അവിടെയല്ലേ? 1924 മഹാനായ അംബേദ്കറുടെ നേതൃത്വത്തിൽ മഹർ കലാപം നടന്നത്. അങ്ങനെ ഈ അബ്രാഹ്മണിക്കലായിട്ടുള്ള, കൃത്യമായി പറഞ്ഞാൽ ദളിതുകളുടെ വലിയ മുന്നേറ്റം വരുന്നു. അത് ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോഴല്ലേ നിങ്ങളുടെ ആദ്യത്തെ സർസംഘചാലക് ഹെഡ്ഗേവാറും രണ്ടാമത്തെ സർസംഘചാലക് MS ഗോൾവാക്കറുമെല്ലാം ഈ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന അബ്രാഹ്മണിക്കൽ മുന്നേറ്റങ്ങളെ, ദളിത് മുന്നേറ്റങ്ങളെ ചെറുക്കാൻ, പ്രതിരോധിക്കാൻ ബ്രാഹ്മണ കുട്ടികളെ വലിയ പ്രതിരോധ സേനയായി വളർത്തുന്ന RSS രൂപീകരിച്ചത് തന്നെ. ആ രൂപീകരണ കാലം തൊട്ട് നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താ? ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഭരണകാലത്ത് പ്രസാർ ഭാരതിയുടെ ചെയർമാനായിരുന്ന MV കമ്മത്ത് ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിൽ എന്താ പറയുന്നത്? ഇവിടെ സമീപ ഭാവിയിൽ ഒരു ശൂദ്ര വിപ്ലവം വരാൻ സാധ്യതയുണ്ട്. അതിനെ തടയാൻ, പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈക്ഷണിക ബൗദ്ധിക ഇടപെടലുകൾ നടത്തണം. ഏതാ ശൂദ്ര വിപ്ലവം? ഈ നാട്ടിലെ ആദിവാസികളുടെ, ദളിതരുടെ, ന്യൂനപക്ഷങ്ങളുടെ വലിയ മുന്നേറ്റമല്ലേ? അതിനെ പ്രതിരോധിക്കണമെന്ന MV കമ്മത്ത് ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ എന്തിനെ ഈ വലിയ പാർലമെന്ററി സംവിധാനത്തെക്കുറിച്ച് പറയുന്നു? ഞങ്ങൾ അതിനെ വലിയ നിലയിൽ അവകാശപ്പെടുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരയിൽ നമ്പർ 1 ഇന്ത്യയുടെ രാഷ്ട്രപതിയല്ലേ? നിങ്ങളുടെ പാർട്ടിക്കാരിയല്ലേ? നിങ്ങൾ നിയോഗിച്ചയാളല്ലേ ദ്രൗപദി മുർമു? എന്തേ അവരെ വിളിച്ചില്ല? ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു മതിലിനപ്പുറത്ത് രാഷ്ട്രപതി ഭവനിൽ അവരുണ്ടായിരുന്നില്ലേ? ഇന്ത്യയുടെ ഈ സർവ്വസൈന്യാധിപതിയായിട്ടുള്ള, ഭരണഘടന അനുസരിച്ച് പ്രഥമ പൗരയായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെന്റിന്റെ സമ്മേളനത്തെ എല്ലാ വർഷവും ആദ്യം അഭിസംബോധന ചെയ്യേണ്ട ആ രാഷ്ട്രപതിയെ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വലിയ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചു, വലിയ ചെങ്കോലും വലിയ സന്യാസി വര്യന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ ഉദ്ഘാടനം നടത്തിയ രാഷ്ട്രപതി പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് എന്തുകൊണ്ട് ദ്രൗപദി മുർമു എന്ന് പറയുന്ന? തീർച്ചയായും ഇതൊക്കെ പ്രസക്തമായ രാഷ്ട്രമാണ്. മാത്രമല്ല VPP മുസ്തഫ പറഞ്ഞ ചരിത്രപരമായും വളരെ പ്രസക്തിയുള്ളതാണ്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടന്ന ഇന്ത്യയിലെ പല കോണുകളിലുമല്ല RSS രൂപീകൃതമായത്, നാഗ്പൂരിലാണ്. അതിന് ആ ഒരു RSSന്റെ ദളിത് വിരുദ്ധമായ സമീപനത്തിൻ്റെ തുടർച്ചയാണ് അതിൽ കാണേണ്ടതെന്ന് പല ചരിത്രകാരന്മാരും നിരീക്ഷിക്കുന്ന കാര്യമാണ് VPP മുസ്തഫ ഇപ്പോൾ കോട്ട് ചെയ്തത്. ദീപാനിൽ നോക്കൂ, സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഈ സമീപനം കേന്ദ്ര തലത്തിൽ തന്നെ വളരെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു.
വയനാടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ദുരന്ത ഭൂമികയോട് കാണിക്കുന്ന ഈ അവഗണന അത് കോടതി പോലും പറയുന്നത്, സംസ്ഥാന സർക്കാർ പറയുന്നത് ശരിവെക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ഒന്നിച്ച് കൈകോർക്കേണ്ട സമയമല്ലേ ഉള്ളത്? ദീപ, ചുരുക്കി. തീർച്ചയായിട്ടും വയനാടിന്റെ കാര്യത്തിൽ ഒന്നിച്ച് കൈകോർക്കേണ്ട സമയം തന്നെയാണ്. അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള, പാർലമെന്റ് ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവരുടെ ആദ്യ പ്രസംഗത്തില്, MP ആയി തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ പാർലമെന്റിലെ പ്രസംഗത്തില് വയനാടിന്റെ പുനരധിവാസത്തെ കുറിച്ച് തന്നെയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ പറയുകയുണ്ടായി പഴയ MP എന്ത് ചെയ്തു എന്നുള്ളത്. നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞു ഈ അപകടം ഉണ്ടായപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഈ വിഷയത്തിൽ സംസ്ഥാനവുമായി കൈകോർത്ത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നതിനെ സംബന്ധിച്ച് 3 വട്ടം ആലോചിക്കണമെന്ന് VD സതീശൻ പറഞ്ഞത് തിരുത്തുമായിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ശ്രീ പിണറായി വിജയന്റെ വീട്ടിൽ കക്കൂസും കാലിത്തൊഴുത്തും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യാൻ ഞങ്ങൾ എന്തായാലും വരുന്നില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ കാര്യമല്ലല്ലോ നമ്മൾ പറയുന്നത്. ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമാണ്. ഇന്നത് കോടതിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും സംസ്ഥാനം പറഞ്ഞത് ശരിവെക്കുന്നതാണ്. SDRFന്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച്, 1 രൂപ നൽകിയില്ല എന്നുള്ളത് സംബന്ധിച്ച്, ഈ ബില്ലുകൾ ചോദിക്കുന്നതിലെ അനൗചിത്യം സംബന്ധിച്ചൊക്കെ സംസ്ഥാനം എണ്ണി പറഞ്ഞതൊക്കെ ശരിവെക്കുന്നതാണ് കോടതി എന്ന് പറഞ്ഞ നിരീക്ഷണം. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് സമരം ചെയ്യേണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്നിച്ച് തന്നെയാണല്ലോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ CMGRFന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ച് എടുത്തതുപോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം അതിനുള്ള മറുപടി രാഷ്ട്രീയമായി അദ്ദേഹം നൽകട്ടെ. VPP പുസ്തകമുണ്ടെങ്കിൽ അദ്ദേഹം നൽകട്ടെ. ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. കെ സോമൻ ഈ SDRFന്റെ കാര്യത്തിൽ SDRF ഫണ്ടുണ്ടല്ലോ, എടുത്തങ്ങ് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞത് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് ശരിയല്ല. അത് കോടതി പറയുന്നു. അതിൻ്റെ മാനദണ്ഡമൊന്നും പരിഷ്കരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് കോടതിക്ക് പോലും ചോദിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞ വാദങ്ങളല്ലേ പൊളിഞ്ഞു വീഴുന്നത്? 1 മിനിറ്റിൽ. സോമൻ, അത് ചോദിച്ചത് ബഹുമാനപ്പെട്ട കോടതി SDR ഫണ്ടിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞോളൂ പെട്ടെന്ന്. SDR ഫണ്ടിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോടാണ് ബഹുമാനപ്പെട്ട കോടതി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന അടുത്ത ദിവസം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുക തന്നെ ചെയ്യും. അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഇതുവരെ പ്രതിരോധത്തിനായി നിങ്ങൾ ഉയർത്തിയ ഷീൽഡ് തെറ്റാണ് എന്ന് കോടതിയിൽ ബോധ്യമായില്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് താങ്കൾ ഞാനത് ശരിവെക്കലല്ല. അതിനെ സംബന്ധിച്ചുള്ള നിലപാട് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനം? 1. 2, RSSനെ കുറിച്ചിട്ട് വല്ലാണ്ട് അജിംഷാദും പറയുകയാണ്, VPP മുസ്തഫയും പറയുകയാണ്, ഞങ്ങൾ ഈ രാജ്യത്ത് ജാതിരഹിത സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രം ഈ രാജ്യം ഏറ്റെടുത്തതാണ്. മുസ്തഫയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരിസ്ഥിതി എന്താ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച ജാതിരഹിത സമൂഹം, ആ സമൂഹം എന്ന സന്ദേശം ഞങ്ങൾ പേറി നടക്കുമ്പോ ആ പ്രത്യയശാസ്ത്രത്തെ ഈ രാജ്യം എങ്ങനെ ഏറ്റെടുത്തു? സമാനമായ രീതിയിലാണല്ലോ, ഒരേപോലെ ഒരേ കാലഘട്ടത്തിലാണല്ലോ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെയും RSSന്റെയും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിന് രാജ്യം നൽകിയ അംഗീകാരം എങ്ങനെയാണ് എന്ന്, അതിന്റെ അളവുകോൽ എന്താണ് എന്ന് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് RSS ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയില് നാഗപ്പൂരിൽ തന്നെ ഇത് തുടങ്ങിയത്. ദളിത് പോരാട്ടങ്ങളുടെ അതിനെതിരായുള്ള സവർണ മേധാവിത്വത്തിന്റെ ഒക്കെ സമരം മൂർച്ച കൊള്ളുന്ന നാഗ്പൂരിൽ തന്നെയാണത് രൂപം കൊണ്ടത്. അത് രൂപപ്പെടുത്തിയതിന് നിദാനമായ ചില ബ്രാഹ്മണിക്കൽ സൊസൈറ്റികളെ സംബന്ധിച്ചൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞ കാര്യം VPP പുസ്തകം പറഞ്ഞത് ഞാനൊന്ന് ഉദ്ധരിച്ചെടുത്ത് കോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. തീർച്ചയായും താങ്കളുടെ വാദം വ്യക്തമാണ്. ഞാൻ ശ്രീ VPP മുസ്തഫ, രാജ്യത്തെ മുഴുവൻ ഇത്തരം സമീപനങ്ങളുമായി മറികടക്കാം എന്നതിനെ സംബന്ധിച്ച്
അതിൽ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് എന്ത് എന്നതിനടക്കം കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതും BJP പ്രതിനിധി പറഞ്ഞതിനും മറുപടി പറയാം. നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് കാണേണ്ടത് നമ്മളൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ യൂണിറ്റി ഉണ്ടാകണം, ഐക്യമുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ BJP ഈ പറഞ്ഞ ജാതിരഹിത സമൂഹം, എങ്ങനെ ജാതിരഹിത സമൂഹം? ജാതികളെ ഇല്ലാതായിട്ടല്ല, ഒരൊറ്റ ജാതി, ബ്രാഹ്മണ ജാതി ഉണ്ടാകുക, ബാക്കി എല്ലാവരും അതിൻ്റെ അടിമകളായി നിന്നുകൊള്ളണം എന്ന പഴയ മനുസ്മൃതിയുടെ സന്ദേശം, അത് അവരാഗ്രഹിക്കുന്ന മതരാഷ്ട്രത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ എല്ലാ നടപടികളും ഇപ്പോഴേ സ്വീകരിക്കുന്നു. അതിന് തങ്ങളോട് ആശയപരമായി വിയോജിപ്പുള്ള BJPയുടെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്ന ഇടതുപക്ഷത്തോടൊക്കെ അങ്ങേയറ്റത്തെ വിരോധം അവർ വെച്ച് പുലർത്തുകയാണ്. അതാണ് കേരളം നേരിടുന്ന പ്രശ്നം. അവിടെ ഒരുമിച്ച് നിൽക്കണ്ടേ? നിങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തെ വിമർശിച്ചോളൂ. കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം അവരാണല്ലോ, അവരത് ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾ ഈ പുട്ടിന് ഇടയിൽ തേങ്ങയിടുന്നത് പോലെ കേന്ദ്രത്തിനെതിരായ പ്രസംഗം നടത്തുമ്പോൾ, കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ, മോഡി ഭരണത്തിനെതിരായ ജനവികാരം ഉയർന്നു വരുമ്പോൾ, അത് പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പിണറായി വിരുദ്ധത കൂടി പറയുന്നത് എന്തിനാ? അവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വം, അവിടെയാണ് UDF സ്വീകരിക്കുന്ന നിലപാടില്ലായ്മയുടെ വെളിച്ചം. അത് നിങ്ങളുടെ കോലിബി സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ആളുകളെ ബോധ്യപ്പെടുത്താൻ നിർക്കക്കള്ളിയില്ലാതെ ഒരു കുറച്ച് മോദി വിരുദ്ധത പറയുക, എന്നാൽ ഇതോടൊപ്പം ചേർന്ന് നിൽക്കുക. പക്ഷെ ഇവിടെ BJPയുടെ പ്രതിനിധി എന്താ പറയുന്നത്? അംശാദ്, ഞാനത് പൂർത്തീകരിക്കുകയാണ്. എന്തോ BJPക്ക് രാജ്യത്ത് വലിയ അംഗീകാരം കിട്ടിയെന്നാണ്. മഹാഭൂരിപക്ഷം ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദുക്കളാ, ഏതാണ്ട് 80-85% ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദുക്കളാ. പക്ഷെ അതിൽ 30% പിന്തുണ അല്ലെങ്കിൽ 35% പിന്തുണ മാത്രമേ ഈ 15 വർഷം തുടർച്ചയായി ജയിച്ചിട്ടും BJPക്കുള്ളൂ. നിങ്ങൾ കടുത്ത ഹിന്ദുത്വ വർഗീയത പറഞ്ഞിട്ടും രാജ്യത്തെ സാധാരണ ഹിന്ദുക്കൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയല്ല. നിങ്ങളിപ്പോ വേറെ പലയിടത്തും ജയിച്ച കാര്യം പറഞ്ഞല്ലോ, അംബേദ്കറുടെ നാട്ടിൽ. എങ്ങനെ രാമന്റെ നാട്ടിൽ നിങ്ങൾ തോറ്റു? അതെന്തേ പറയാത്തത്? രാമന്റെ പേരിൽ വിഗ്രഹം അമ്പലം കെട്ടിയ അയോധ്യയിൽ നിങ്ങൾ തോറ്റില്ലേ? BJP തോറ്റില്ലേ? അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളും BJPയുടെ രാഷ്ട്രീയത്തെ മഹാഭൂരിപക്ഷവും സ്വീകരിച്ചിട്ടില്ല. വർഗീയ രാഷ്ട്രീയം പറഞ്ഞ് ഈ സംരക്ഷകരാവേണ്ടവർ സംഹാരകരാകുന്ന കാഴ്ചയാണ് രാഷ്ട്രീയമായി രാജ്യം പ്രതിരോധിക്കേണ്ടത്. അതിനാണ് കൈകോർക്കേണ്ടത്. തീർച്ചയായും ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസോടൊപ്പം.